പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ധ്യാനിക്കുന്നത് സുഭാഷിതം 2:3 വചനം വെളിപ്പെടുത്തുകയാണ്. പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക, അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിക്കുക. ഇത് നമ്മുടെ ലോകവുമായിട്ട് ബന്ധപ്പെട്ട അറിവിനെ കുറിച്ചല്ല പറയുന്നത്, ദൈവീക ജ്ഞാനത്തെക്കുറിച്ചാണ്. പ്രിയ സഹോദരങ്ങളെ, അനേകർ തങ്ങൾക്കൊരു ദൈവാനുഭവം ഇല്ല എന്ന് പറഞ്ഞൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ ശരിക്ക് ഈശോയുടെ ഒരു അനുഭവത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, സെൻറ്റ് മേരീസിലായിരുന്നു ധ്യാനകേന്ദ്രത്തിലായിരുന്ന സമയത്ത് അവിടെ വിജാതീയ മക്കളൊക്കെ ഭയങ്കരമായിട്ട് ഈശോയെ വിളിക്കുന്നു, ഈശോയുടെ അനുഭവം പങ്കുവെക്കുന്നു. അച്ഛാ യേശോപ്പൻ, അങ്ങനെയാണ് അവർ പറയുക, യേശോപ്പൻ ഞങ്ങളുടെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വലിയൊരു ദുഃഖം, അച്ഛാ യേശോപ്പനെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ, ദിവികാരനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവർ വർത്താക്കുന്നത്. നമ്മുടെ ചിലപ്പോഴൊക്കെ കുഞ്ഞുനാൾ മുതൽ ഈശോയെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച, മാമോദീസ സ്വീകരിച്ചൊക്കെ മക്കൾ, യേശു ദൈവം, കുർബാനയിൽ യേശു ഉണ്ട്, പിന്നെ യേശു എല്ലായിടത്തും ഉണ്ട്. അത് കേട്ടാൽ അറിയാം പ്രിയ സഹോദരങ്ങൾ, അങ്ങനെ ഒരു അറിവ്, ജ്ഞാനത്തിൻ്റെ കൃപ ഈ മക്കൾക്ക് കിട്ടിയിട്ടില്ല. അതൊരു വ്യക്തി ആഗ്രഹിക്കാത്തിടത്തോളം കാലം അവൻ കുഞ്ഞിൽ മാമോദിസ സ്വീകരിച്ചു എന്നൊറ്റ കാരണത്താൽ ഈ ഒരു കൃപ, അതൊരു കൃപയാണ്. നമുക്ക് പ്രിയ സഹോദരങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക, അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിക്കുക. നിങ്ങളിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് നേരത്തേക്ക് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടിരിക്കും, പാസ് പാസ് ഗുഡ് പാസ് എന്നൊക്കെ കേട്ടിരിക്കും. അത് നമ്മുടെ സെൻറ്റ് തോമസ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ അവർക്ക് കോച്ചിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ കുട്ടികളൊക്കെ ഇതിന് വേണ്ടി എന്തോ ഒരു 7 മണി 7:15 ആകുമ്പോഴേക്കും ഒരു ഗ്രൗണ്ടിൽ വന്ന് അവരുടെ കളിയും പരിപാടികളൊക്കെ തുടങ്ങിയത് പഠനത്തിൻ്റെ ഇടയിൽ. അപ്പോൾ നോക്കി സഹോദരൻ, എത്രമാത്രം അതിന് വില കൊടുക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തിന് നമ്മൾ വില കൊടുക്കുന്നുണ്ട് സഹോദരൻ. വിശ്വാസത്തിന് ഒരു വ്യക്തി വില കൊടുക്കാത്തിടത്തോളം കാലം വിശ്വാസ കാര്യങ്ങളിൽ അവനൊന്നുമല്ലാത്ത രീതിയിലായിത്തീരും. അതുകൊണ്ട് ഈ വചനം, പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക, അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭൗതികമായിട്ടല്ല അതിനെ കാണുന്നത്, ദൈവികമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ, അതുമാത്രം മതി കർത്താവ് എന്ന് പറയാൻ തക്ക വിധത്തിൽ കർത്താവ് ഈ ദിവസം നിങ്ങൾ അഭിഷേകം ചെയ്യട്ടെ. അതിനായിട്ട് ആഗ്രഹിക്കാൻ ഒരു ദൈവികമായൊരു അറിവ് ഞങ്ങൾക്ക് തരണേ, ഈശോയുടെ ഒരു അനുഭവം ഞങ്ങൾക്ക് തരണേ. അങ്ങനെ ശക്തമായിട്ട് ആഗ്രഹിക്കാൻ വേണ്ടി ക്രമിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കും. പിന്നെ ഒരു പക്ഷേ നിങ്ങളിത് ഇത് സംഭവം, ഇത് ഗ്രോട്ടോ നമ്മുടെ ആങ്ങണ്ടൂർ പള്ളിയിലെ മാതാവിൻ്റെ ഗ്രോട്ടോയാണ് കേട്ടോ. വളരെ മനോഹരമായി ഞാൻ ഡേ ടൈമിൽ ഏതെങ്കിലും സമയത്ത് കുറച്ച് നേരം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.